ഒരു വീടെന്നത് വെറും കല്ലും സിമന്റും കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു കെട്ടിടമല്ല, മറിച്ച് 1000 സ്വപ്നങ്ങളും സ്നേഹവും ഇഴചേർന്നൊരു കൂടാണ്. ആ കൂടിന് കാവലായി നിൽക്കുന്ന ഗൃഹനാഥൻ പെട്ടെന്നൊരു നാൾ മാഞ്ഞുപോകുമ്പോൾ ഉണ്ടാകുന്ന ഭയാനകമായ ശൂന്യതയുണ്ട്. ആ അഗാധമായ ഗർത്തത്തിലേക്ക് സ്നേഹത്തിന്റെ തെളിനീരുമായ ഒരു അപരിചിതൻ കടന്നുവരുന്നതിന്റെയും പതിയെ ആ വീടിന്റെ നെടുന്തൂണായി മാറുന്നതിന്റെയും കഥയാണിത്. ഹരി എന്ന യുവാവ് ഭർത്താവെന്നതിലുപരി ഒരച്ഛനായും മകനായും ജ്യേഷ്ഠനായും മാറുന്ന വൈകാരികമായ യാത്ര. മേടമാസത്തിലെ ഉച്ചവെയിലിന് തീക്ഷ്ണതയേറിയിരുന്നു. പറമ്പിലെ ഉണങ്ങിയ സസ്യങ്ങൾ കാട്ടിൽ മന്ത്രിക്കുന്ന ചൂടുകാലം. എന്നാൽ മാധവൻ മാഷിന്റെ വീടിന്റെ മുറ്റത്ത് ആ വെയിലിന് കടന്നുവരാൻ കഴിയാത്ത വിധം വിസ്തൃതമായ ഒരു പന്തൽ ഉയർന്നു നിൽക്കുന്നു. പച്ച തെങ്ങോലകൾ മെടഞ്ഞുണ്ടാക്കിയ ആ തണലിൽ വർണ്ണക്കടലാസുകൾ തോരണങ്ങളായി തൂങ്ങി നിൽക്കുന്നു. കാറ്റിലവ മെല്ലെ ഇളകിയാടുമ്പോഴുണ്ടാകുന്ന മർമരങ്ങൾ പോലും വരാനിരിക്കുന്ന മംഗളകർമ്മത്തിന്റെ സൂചികകളായിരുന്നു. വീടിന്റെ ഉമ്മറത്ത് തന്റെ പതിവ് സ്ഥാനമായ ചാരുകസേരയിൽ മാധവൻ മാഷ് ഇരിക്കുന്നു. വർഷങ്ങളായി ആ വീടിന്റെ കാവൽക്കാരനെ പോലെ സുഖത്തിലും ദുഃഖത്തിലും അദ്ദേഹത്തിന് കൂട്ടുനിന്ന കസേര ഇന്നും അതിൽ ചാരിയിരിക്കുമ്പോൾ മാഷിന്റെ മുഖത്ത് ഒരച്ഛന്റെ ചാരിതാർത്ഥ്യവും അഭിമാനവും നിറഞ്ഞു നിന്നിരുന്നു. നാളെയാണ് തന്റെ മൂത്തമകൾ ലക്ഷ്മിയുടെ വിവാഹം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലുള്ള ജീവിത സമ്പാദ്യം മുഴുവൻ ചിലവഴിച്ച് ഒട്ടും കുറവ് വരുത്താതെയാണ് അദ്ദേഹം എല്ലാം ഒരുക്കിയിരിക്കുന്നത്. എടാ രാഹുലേ, ആ മുല്ലപ്പൂമാലകൾ വാടിപ്പോകാതെ നോക്കണം, വെള്ളം തളിക്കാൻ മറക്കണ്ട. മാഷിന്റെ ശബ്ദത്തിൽ അധികാരത്തേക്കാളേറെ വാത്സല്യമായിരുന്നു. മുറ്റത്ത് ഓടി നടക്കുന്ന പണിക്കാർക്കും ബന്ധുക്കൾക്കും നിർദ്ദേശങ്ങൾ നൽകി അദ്ദേഹം ആ കസേരയിൽ ചാരിയിരുന്നു. ഇടയ്ക്കിടെ മുറ്റത്തെ അലങ്കാരങ്ങൾ നോക്കി അദ്ദേഹം സ്വയം മറന്നു പുഞ്ചിരിച്ചു. തന്റെ മകളെ സുമംഗലിയായി കാണാനുള്ള കൊതി ആ കണ്ണുകളിൽ തിളങ്ങി. അടുക്കളയിൽ നിന്ന് നെയ്യപ്പത്തിന്റെയും വറുത്ത ഏത്തക്കായുടെയും കൊതിയൂറുന്ന മണം വരുന്നുണ്ട്. സുമതിയും അയൽവക്കത്തെ സ്ത്രീകളും കല്യാണത്തിരക്കിലാണ്. വലിയ ചെമ്പുകളിൽ സദ്യയ്ക്കുള്ള അരിയാവുന്നു. കലവിലെ വർത്തമാനങ്ങൾക്കിടയിലും സുമതിയുടെ ശ്രദ്ധ ഉമ്മറത്തേക്കുണ്ടായിരുന്നോ? വിയർപ്പ് തുടച്ചുകൊണ്ട് അവർ ഇടയ്ക്കിടെ എത്തിനോക്കി. മാഷേ, ഇത്തിരി കൂടി പോയി വെയില്, ഒരു നാരങ്ങാവെള്ളം എടുക്കട്ടെ? സുമതിയുടെ ശബ്ദത്തിൽ കരുതൽ നിറഞ്ഞിരുന്നു. വേണ്ട സുമതി, ഇത്തിരി പച്ചവെള്ളം മതി, ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, മാഷ് പുഞ്ചിരിയോട് പറഞ്ഞു. ആ ചിരിയിൽ സുമതിക്കുള്ള എല്ലാ മറുപടിയും ഉണ്ടായിരുന്നു. എന്നാൽ ആ ചിരിക്ക് അധികമായുസുണ്ടായിരുന്നില്ല. പെട്ടെന്നാണത് സംഭവിച്ചത്. നെഞ്ചിലൊരു വലിയ ഭാരം കയറ്റിവെച്ചതുപോലെ, ശ്വാസം തൊണ്ടയിൽ കുരുങ്ങുന്നതുപോലെ മാഷിന് തോന്നി. ചുറ്റുമുള്ള കാഴ്ചകൾ മങ്ങുന്നതുപോലെ. പന്തലിലെ വർണ്ണങ്ങൾ പെട്ടെന്ന് കറുപ്പിലേക്ക് മാഞ്ഞു തുടങ്ങി. അമ്മേ എന്നൊന്ന് വിളിക്കാൻ പോലും കഴിയാതെ കൈകൾ വായുവിലേക്കുയർത്തി നെഞ്ചോട് ചേർത്ത് മാധവൻ മാഷ് ചാരുകസേരയിലേക്ക് തന്നെ കുഴഞ്ഞു വീണു. കയ്യിലിരുന്ന സ്റ്റീൽ ഗ്ലാസ് താഴെ വീണ് വലിയ ശബ്ദത്തിൽ ഉരുണ്ടുപോയി. ആ ശബ്ദം കേട്ടാണ് രാഹുൽ ഓടിവന്നത്. അച്ഛ എന്താ പറ്റിയേ? രാഹുലിന്റെ നിലവിളി ആ പന്തലിലെ ആരവങ്ങളെ നിമിഷം നേരം കൊണ്ട് നിശബ്ദമാക്കി. അടുക്കളയിൽ നിന്ന് സുമതിയും ലക്ഷ്മിയും ഓടിയെത്തി. മാഷിന്റെ മടിയിൽ തലവെച്ച് സുമതി കരഞ്ഞു വിളിച്ചു. പന്തലിലെ സന്തോഷത്തിന്റെ ആർപ്പുവിളികൾ ഹൃദയഭേദകമായ നിലവിളികൾക്ക് വഴിമാറി. അയൽക്കാർ ഓടിക്കൂടി. നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ജീപ്പ് മുറ്റത്തേക്ക് പാഞ്ഞെത്തി. മാഷിനെ താങ്ങിയെടുത്ത് ജീപ്പിൽ കയറ്റി ആശുപത്രിയിലേക്ക് പായുമ്പോഴും സുമതിയുടെയും മക്കളുടെയും പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടായില്ല. ആ യാത്രയ്ക്കിടയിൽ എപ്പോഴോ മാഷിന്റെ കൈകൾ തണുത്തുറഞ്ഞു പോയിരുന്നു. ആശുപത്രി വരാന്തയിൽ വെച്ച് ഡോക്ടർമാർ തലതാഴ്ത്തി. മാധവൻ മാഷ് യാത്രയായി, എന്നേക്കുമായി. തിരികെ വീട്ടിലെത്തിക്കുമ്പോൾ സന്ധ്യ മയങ്ങിയിരുന്നു. നാളെ വിവാഹത്തിന് നാദസ്വരം മുഴങ്ങേണ്ട പന്തലിലേക്ക് മരണത്തിന്റെ നിശബ്ദതയോടെ ആംബുലൻസ് കടന്നുവന്നു. അലങ്കരിച്ച പന്തലിന് താഴെ വെളുത്ത തുണിയിൽ പൊതിഞ്ഞ അച്ഛന്റെ മൃതശരീരം കിടക്കുമ്പോൾ ലക്ഷ്മി തളർന്നുപോയിരുന്നു. മഞ്ഞ കോടിയൊടുക്കേണ്ട മണ്ഡപത്തിനു പകരം അച്ഛന്റെ ചിതയൊരുക്കേണ്ടി വന്ന വിധി. പടിപ്പുരയിലും വരാന്തയിലും മരണത്തിന്റെ കനത്ത നിശബ്ദത തളം കെട്ടിനിന്നു. ആൾക്കൂട്ടത്തിനിടയിൽ ആ പൂമുഖത്തെ ആ ഒഴിഞ്ഞ ചാരുകസേര മാത്രം ഒരു വലിയ ചോദ്യചിഹ്നം പോലെ ആർക്കോ വേണ്ടി കാത്തിരിക്കുന്നതുപോലെ അവശേഷിച്ചു. തോരണങ്ങൾ കാറ്റിൽ ആടിയുലയുന്നുണ്ടായിരുന്നു, ഒരു വലിയ നഷ്ടത്തിന്റെ സാക്ഷികളെപ്പോലെ. മരണം നടന്നു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ വീടിന്റെ മരവിപ്പ് മാറിയിരുന്നില്ല. സഞ്ചയനവും 16 ഇനം കഴിഞ്ഞു. ബന്ധുക്കൾ ഓരോരുത്തരായി തിരികെ പോയി. പക്ഷേ ആ വീട്ടിലെ ഇരുട്ട് മാത്രം മാഞ്ഞില്ല. ഉമ്മറത്തെ ചാരുകസേരയിൽ ഇപ്പോൾ ആരും ഇരിക്കാറില്ല. കാറ്റത്ത് പറക്കുന്ന പൊടിപടലങ്ങൾ മാത്രം അവിടെ തങ്ങി നിന്നു. വിവാഹം നിശ്ചയിച്ച തീയതി അടുക്കുംതോറും സുമതിയുടെ ഉള്ളിലെ തീ ആളിക്കത്തി. അലമാരയിൽ മടക്കിവെച്ചിരിക്കുന്ന ലക്ഷ്മിയുടെ വിവാഹപ്പുടവ കാണുമ്പോഴെല്ലാം സുമതിയുടെ നെഞ്ചിൽ ഒരു കല്ല് കയറ്റിവെച്ച ഭാരമാണ്. സാമ്പത്തിക ബാധ്യതകൾ ഒരു വശത്ത്, മകളുടെ ഭാവി മറുവശത്ത്. മാധവൻ മാഷ് പോയതോടെ ആ വീടിന്റെ നട്ടെല്ലാണൊടിഞ്ഞത്. അയൽപ്പക്കത്തെ കിണറ്റുകരയിലും വേലിക്കലും നിന്ന സ്ത്രീകളുടെ അടക്കം പറച്ചിലുകൾ സുമതിയുടെ കാതിലെത്തി. ഇനി ആ വിവാഹം നടക്കുമോ? അച്ഛനില്ലാത്ത 2 കുട്ടികളുടെ ബാധ്യതയുള്ള ഒരു കുടുംബത്തിലേക്ക് ആരെങ്കിലും മരുമകളായി കയറുമോ? അവന്റെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല.
കല്യാണം മുടങ്ങിയാൽ പിന്നെ ആ പെണ്ണിനെ ആരെങ്കിലും എടുക്കുമോ? ഈ വാക്കുകൾ അമ്പുകളായാണ് സുമതിയുടെ ഹൃദയത്തിൽ തറച്ചത്. അവർ അടുക്കളയിലെ ഇരുട്ടിലേക്ക് ചുരുണ്ടുകൂടി. ഈ ഭയത്തിനും ആശങ്കകൾക്കുമിടയിലാണ് ഒരു വൈകുന്നേരം ഹരിയും അവന്റെ മാതാപിതാക്കളും ആ വീട്ടിലേക്ക് കടന്നുവന്നത്. മുറ്റത്ത് കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് സുമതി ഞെട്ടിവിറച്ചു. ലക്ഷ്മി ജനാലയിലൂടെ നോക്കി. ഹരിയെ കണ്ടതും അവൾ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് അകത്തേക്കോടി. വിവാഹം വേണ്ടെന്ന് പറയാനാണ് അവർ വന്നതെന്ന് എല്ലാവരും ഉറപ്പിച്ചു. ഉമ്മറത്ത് തലതാഴ്ത്തി ഇരിക്കുകയായിരുന്നു സുമതി. വിറയ്ക്കുന്ന കൈകളോടെ അവർ എഴുന്നേറ്റു. കണ്ണുനീർ നനവുള്ള ശബ്ദത്തിൽ തൊണ്ട ഇടറിക്കൊണ്ട് സുമതി പറഞ്ഞു, മോനെ, സാഹചര്യം ഇതായിപ്പോയി. എല്ലാം കീഴ്മേൽ മറിഞ്ഞില്ലേ? ഇനി മോന്റെ ഇഷ്ടം പോലെ. വേണമെങ്കിൽ നമുക്ക് ഈ വിവാഹത്തിൽ നിന്ന്. നിങ്ങൾക്ക് വേറൊരു നല്ല ആലോചന. വാക്കുകൾ മുഴുമിപ്പിക്കാൻ സുമതിക്ക് കഴിഞ്ഞില്ല. പൊട്ടിക്കരച്ചിലോടെ അവർ വായ പൊത്തിപ്പിടിച്ചു. അന്തരീക്ഷം നിശബ്ദമായി. ഹരി വാതിലിന്റെ വിടവിലൂടെ നോക്കി. അവിടെ ഇരുട്ടിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ പ്രതീക്ഷയേറ്റ മുഖവുമായി നിൽക്കുന്ന ലക്ഷ്മി. ഹരിയുടെ മുഖത്ത് പക്ഷെ തെല്ലും സംശയമുണ്ടായിരുന്നില്ല. അവൻ മെല്ലെ സുമതിയുടെ അടുത്തു ചെന്നു. ആ അമ്മയുടെ തണുത്തുറഞ്ഞ കൈകൾ തന്റെ കൈകളിൽ ചേർത്തു പിടിച്ചു. ആ സ്പർശത്തിൽ വലിയൊരു ആശ്വാസമുണ്ടായിരുന്നു. അമ്മേ, ഹരിയുടെ ശബ്ദത്തിന് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ലക്ഷ്മിയെ മാത്രമല്ല വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്, ഈ കുടുംബത്തെ കൂടിയാണ്. മാധവൻ മാഷ് ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് തന്ന വാക്കിന് അദ്ദേഹം മരിച്ചതുകൊണ്ട് മാറ്റം വരികയാണെങ്കിൽ അതാ അച്ഛനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാകും. പിന്നെ അവൻ അകത്തേക്ക് നോക്കി ഉറക്കെ പറഞ്ഞു, ലക്ഷ്മി, നിനക്ക് സമ്മതമാണെങ്കിൽ ഈ വീട്ടിലെ മൂത്ത മകനായി, ഈ അമ്മയുടെ മകനായി ഞാനുണ്ടാകും. മരണം കൊണ്ടൊന്നും നമ്മുടെ ബന്ധം മുറിച്ചു മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ഹരിയുടെ അച്ഛനും അമ്മയും അവന് പൂർണ്ണ പിന്തുണ നൽകി. ഹരിയുടെ അമ്മ സുമതിയെ ചേർത്തുപിടിച്ചു പറഞ്ഞു, സുമതി, കരയല്ലേ. ഇവനിനി നിങ്ങളുടെ മകൻ കൂടിയാണ്. മാധവൻ മാഷ് പോയിട്ടില്ല. ഇവനിലൂടെ ഇവിടെ തന്നെയുണ്ടാകും. അങ്ങനെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടന്നു. ആർഭാടങ്ങളില്ല, വാദ്യമേളങ്ങളില്ല, അടുത്ത ബന്ധുക്കൾ മാത്രം. താലി കെട്ടുമ്പോൾ ഹരിയുടെ കണ്ണുകൾ ലക്ഷ്മിയുടെ കണ്ണുകളിലെ നന്ദിയും സ്നേഹവും കണ്ടു. പന്തലിൽ വലിയ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും കണ്ണീരിനൊപ്പം തെളിഞ്ഞ ഒരു പുഞ്ചിരി അവിടെ വിരിഞ്ഞു. അതൊരു പുതിയ തുടക്കമായിരുന്നു, ഒരു വലിയ ഉത്തരവാദിത്തത്തിലേക്കുള്ള ഹരിയുടെ ആദ്യ ചുവടുവെപ്പ്. വിവാഹശേഷം സ്വന്തം വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം ഹരി ലക്ഷ്മിയുടെ വീട്ടിലേക്ക്, അതായത് ഭാര്യാഗൃഹത്തിലേക്ക് താമസിക്കാനെത്തി. സാധാരണ നാട്ടുനടപ്പനുസരിച്ച് പെൺകുട്ടിയാണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകേണ്ടത്. അതാണ് അന്തസ്സെന്നാണ് നാട്ടുഭാഷ്യം. എന്നാൽ ഇവിടെ ആ അനാഥമായ കുടുംബത്തിന് തുണയാകാൻ ഹരി ഇങ്ങോട്ട് വരികയായിരുന്നു, സ്വന്തം വീടും സൗകര്യങ്ങളും വിട്ട്. സന്ധ്യ മയങ്ങിയ നേരത്താണ് ഹരിയും ലക്ഷ്മിയും പടിപ്പുര കടന്നത്. അച്ഛന്റെ വിയോഗം സൃഷ്ടിച്ച വലിയൊരു ശൂന്യത ആ വീട്ടിലെ ഓരോ തൂണിലും നിഴലിച്ചിരുന്നു. ഉമ്മറത്ത് കത്തിച്ചുവച്ച നിലവിളക്കിന്റെ നാളം കാറ്റിൽ ആടി ഉലയുന്നുണ്ടായിരുന്നു. ചുമരിൽ തൂക്കിയിട്ട മാധവൻ മാഷിന്റെ ഫോട്ടോയിലേക്ക് നോക്കിയപ്പോൾ ഹരിക്ക് തോന്നി, ആ കണ്ണുകളിൽ നനവുള്ളൊരനുഗ്രഹമുണ്ടെന്ന്. ആദ്യത്തെ രാത്രി അത്താഴം കഴിക്കാനിരിക്കുമ്പോൾ വല്ലാത്തൊരു നിശബ്ദത അവിടെ തങ്ങി നിന്നു. ചോറും കറികളും വിളമ്പുമ്പോൾ സുമതിയുടെ കൈകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവർ ഹരിയെ മുഖത്തു നോക്കാൻ ഭയപ്പെട്ടു. അപരിചിതനായ, എന്നാൽ തങ്ങളുടെ രക്ഷകനായ ഈ യുവാവിനെ എങ്ങനെ സൽക്കരിക്കണമെന്നറിയാതെ അവർ കുഴങ്ങി. അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ കഴുകുന്ന ഒച്ച മാത്രം കേൾക്കാം. ഒടുവിൽ സഹിക്കാനാവാതെ സുമതി മെല്ലെ പറഞ്ഞു, മോനിതൊരു വലിയ ബാധ്യതയായി കാണരുത്. നാട്ടുകാർ പലതും പറയുന്നുണ്ടാകും. ഒരാൺകുട്ടിയെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് എന്റെ മക്കളുടെ കാര്യം ഓർക്കുമ്പോഴാ. വാക്കുകൾ ഇടറി സുമതി തല താഴ്ത്തി. ഒരു വലിയ അപരാധബോധം ആ അമ്മയെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ഹരി ചോറുണ്ണുന്നത് നിർത്തി. അവൻ കൈ കഴുകി സുമതിയുടെ അരികിലെത്തി. അമ്മേ, ഹരി ശാന്തമായി വിളിച്ചു. ആരു പറഞ്ഞു ഇതെനിക്കൊരു ബാധ്യതയാണെന്ന്? എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും നോക്കാൻ പറ്റുന്നതുപോലെ തന്നെ പ്രധാനമാണ് ലക്ഷ്മിയുടെ അമ്മയെയും കൂടപ്പിറപ്പുകളെയും നോക്കുന്നതും. ഞാനിവിടെ വന്നത് വിരുന്നുകാരനായല്ല, ഈ വീട്ടിലെ അംഗമായിട്ടാണ്. അവൻ ചുറ്റും നോക്കി. വാതിലിന് മറവിൽ ഒളിച്ചു നിൽക്കുന്ന രാഹുലിനെയും നന്ദനെയും അവൻ കണ്ടു. ലക്ഷ്മി എൻ്റെ ഭാര്യയാണ്. രാഹുലും നന്ദനയും എൻ്റെ സ്വന്തം അനിയനും അനിയത്തിയുമാണ്. പിന്നെ ഞാൻ എന്തിനിതിനെ ബാധ്യതയായി കാണണം? നാട്ടുകാർ പറയുന്നതിന് നമുക്ക് നമ്മുടെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാം. ആ വാക്കുകൾ സുമതിക്ക് നൽകിയ ആശ്വാസം ചെറുതായിരുന്നില്ല. വർഷങ്ങളായി ചുമന്നിരുന്ന ഒരു വലിയ ഭാരം ഇറക്കിവെച്ചതുപോലെ അവർക്ക് തോന്നി. ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ ഹരിയെ നോക്കി. ആ നോട്ടത്തിൽ 1000 വാക്കുകളുണ്ടായിരുന്നു. പക്ഷെ രാഹുലും നന്ദനയും അപ്പോഴും ഉൾവലിഞ്ഞു തന്നെ നിന്നു. അവരുടെ അച്ഛൻ ഇരുന്ന കസേരയിലും അച്ഛൻ നടന്നിരുന്ന മുറ്റത്തും മറ്റൊരു പുരുഷനെ കാണാൻ അവരുടെ കുഞ്ഞു മനസ്സ് പാകപ്പെട്ടിരുന്നില്ല. അവർ ഹരിയെ ഒരു അപരിചിതനെപ്പോലെ പേടിയോടെ നോക്കി നിന്നു. അച്ഛന്റെ സ്ഥാനത്തേക്ക് മറ്റൊരാൾ കടന്നുവരുന്നത് അംഗീകരിക്കാൻ അവർക്ക് സമയമെടുക്കുമായിരുന്നു. ഗ്രാമത്തിലെ കവലയിലെ ചായക്കടയിൽ എന്നും രാവിലെ വലിയ തിരക്കാണ്. ആവി പറക്കുന്ന ചായ ഗ്ലാസുകൾക്കിടയിലൂടെ നാട്ടുവിശേഷങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്ന സമയം.
പക്ഷേ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം മാധവൻ മാഷിന്റെ വീട്ടിലെ പുതിയ മരുമകൻ ഹരിയായിരുന്നു. ആ മാധവൻ മാഷിന്റെ വീട്ടിലെ കാര്യം കേട്ടോ? പുതിയ മരുമകൻ അങ്ങോട്ട് കെട്ടിക്കയറി ചെന്നിരിക്കുകയാണത്രേ. അവനാകെ പെട്ടുപോയി. കല്യാണം കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ സ്വന്തം വീട്ടിൽ കൊണ്ടുവരുന്നതാണ് ആണുങ്ങളുടെ അന്തസ്. ഇതിപ്പോ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തിരിക്കുന്നു. വീട്ടിലുട്ടി എന്ന പേരും കേൾപ്പിക്കാം. പെണ്ണിന്റെ വീട്ടിൽ കഴിയാൻ അവന് നാണമില്ലേ? മറ്റൊരാൾ ഏറ്റുപിടിച്ചു. നീ നോക്കിക്കോ, ആ മാഷിന്റെ പെൻഷനും സ്വത്തുകളും കണ്ടിട്ടായിരിക്കും അവൻ അവിടെ കൂടിയിരിക്കുന്നത്. അല്ലാതെ സ്വന്തം വീടുപേക്ഷിച്ച് ആരെങ്കിലും ഇങ്ങനെ നിൽക്കുമോ? കുറച്ചുനാൾ കഴിയുമ്പോൾ ആ ബാധ്യതയും വലിച്ചെറിഞ്ഞ് സ്വത്തും കൊണ്ടവ പോകും. ചായക്കടയിലെ മൂലയിലിരുന്ന പ്രായമുള്ള ഒരാൾ പ്രവചിച്ചു. നാട്ടുകാരുടെ ഈ പരിഹാസങ്ങളും സഹതാപവും പലപ്പോഴും ഹരിയുടെ കാതുകളിലും എത്തിയിരുന്നു. രാവിലെ ജോലിക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുമ്പോഴും വൈകുന്നേരം പലചരക്ക് കടയിൽ സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുമ്പോഴും ആളുകൾ അവനെ നോക്കി അർത്ഥം വെച്ച് ചിരിക്കുന്നതും അടക്കം പറയുന്നതും അവൻ കാണുന്നുണ്ടായിരുന്നു. കഷ്ടം, ആണുങ്ങൾക്കായാൽ ഇത്തിരി ഉഷിരൊക്കെ വേണ്ടേ എന്ന കമന്റുകൾ അവന്റെ മുതുകിൽ തറച്ചു. പക്ഷേ ഹരി അതൊന്നും കാര്യമാക്കിയില്ല. അവൻ ആർക്കും മറുപടി കൊടുക്കാൻ പോയില്ല. അവന്റെ മുഖത്തെപ്പോഴും ഒരു ശാന്തമായ ചിരിയുണ്ടായിരുന്നു. അവൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ തുടങ്ങി. മുറ്റമടിച്ചു വാരാൻ നടുവേദനയുള്ള സുമതിയെ സഹായിച്ചു. കിണറ്റിൽ നിന്ന് വെള്ളം കോരാനും പച്ചക്കറി വാങ്ങാനും വീട്ടുസാധനങ്ങൾ എത്തിക്കാനും അവൻ ഓടി നടന്നു. മാധവൻ മാഷ് മരിച്ചതിൽ പിന്നെ ആ വീട്ടിലെ ഓടുകൾ പലതും പൊട്ടിയിരുന്നു. മഴ പെയ്താൽ അകത്ത് ചോർന്നൊലിക്കുമായിരുന്നു. ഒരു ഞായറാഴ്ച രാവിലെ ഹരി ഏണിവെച്ച് മേൽക്കൂരയിൽ കയറി. പൊട്ടിയ ഓടുകൾ മാറ്റി പുതിയത് വെച്ചു. മുറ്റത്ത് കാട് പിടിച്ചു കിടന്ന ചെടികൾ വെട്ടിയൊതുക്കി. കിണറ്റിലെ കേടായ മോട്ടർ നന്നാക്കി. സുമതി ഉമ്മറത്ത് നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. മോനെ, സൂക്ഷിക്കണേ എന്നവത് വിളിച്ചു പറഞ്ഞപ്പോൾ ഹരി ചിരിച്ചുകൊണ്ട് കൈ കാണിച്ചു. ആ വീട്ടിൽ ഒരു കാലത്ത് മാധവൻ മാഷി ചെയ്തിരുന്ന കാര്യങ്ങൾ പരാതികളില്ലാതെ, മടുപ്പില്ലാതെ ഹരി ഏറ്റെടുക്കുകയായിരുന്നു. അവന്റെ മൗനം വിമർശകർക്കുള്ള ഏറ്റവും വലിയ മറുപടിയായിരുന്നു. വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തികൾ കൊണ്ടാണ് അവൻ മറുപടി നൽകിയത്. വീട്ടിലുട്ടിയെന്ന് വിളിച്ചവർ തന്നെ വൈകുന്നേരം സാധനസഞ്ചികളുമായി വരുന്ന ഹരിയെ കാണുമ്പോൾ അറിയാതെ ബഹുമാനിക്കാൻ തുടങ്ങിയിരുന്നു. ആ വീട്ടിന്റെ അത്താണിയായി അവൻ മാറുന്നത് നാട് പതിയെ കണ്ടു തുടങ്ങി. വൈകുന്നേരത്തെ വെയിൽ മങ്ങിത്തുടങ്ങിയിരുന്നു. വീട്ടിന്റെ ഉമ്മറത്ത് തൂണിൽ ചാരി രാഹുൽ ഇരിക്കുന്നു. അകലെ പാടവരമ്പത്ത് അയൽപക്കത്തെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് അവൻ നിർനിമിഷനായി നോക്കിയിരുന്നു. ഇടയ്ക്കിടെ ബാറ്റ് ചെയ്യുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവന്റെ മുഖമൊന്ന് ചുളിയും. ഹരി ജോലി കഴിഞ്ഞു വരുമ്പോൾ കണ്ടത് ഇക്കാഴ്ചയാണ്. രാഹുലിന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ഏകാന്തത നിഴലിച്ചിരുന്നു. ഹരി മെല്ലെ അവന്റെ അരികിൽ ചെന്നിരുന്നു. എന്താ ഉണ്ണിക്കുട്ടാ, ഇന്ന് കളിക്കാൻ പോയില്ലേ? ഹരി മൃദുവായി ചോദിച്ചു. രാഹുൽ മുഖം താഴ്ത്തി. അവന്റെ വിരലുകൾ തറയിൽ ചിത്രം വരച്ചുകൊണ്ടിരുന്നു. മറുപടി പറയാൻ അവന് മടിയുള്ളതുപോലെയാണ്. ഹരി വിട്ടില്ല. അവൻ രാഹുലിന്റെ തോളിൽ കൈവച്ചു. പറയടാ, ആരെങ്കിലും വഴക്കു പറഞ്ഞോ? രാഹുലിന്റെ നിയന്ത്രണം വിട്ടു. കണ്ണുകൾ നിറഞ്ഞു. അച്ഛൻ എനിക്ക് ക്രിക്കറ്റ് ബാറ്റ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞതാ. അടുത്ത ആഴ്ച സ്കൂളിലെ സെലക്ഷൻ മാച്ചാണ്. എനിക്കിപ്പോൾ ബാറ്റില്ല. എല്ലാവരും സ്വന്തം ബാറ്റുമായാ വരുന്നത്. ആ വാക്കുകൾ ഹരിയുടെ ഹൃദയത്തിലാണ് തറച്ചത്. അച്ഛനില്ലാത്തതിന്റെ വേദന ആ കുഞ്ഞു മനസ്സിൽ എത്രമാത്രം ആഴത്തിലുണ്ടെന്ന് ഹരി തിരിച്ചറിഞ്ഞു. അവൻ രാഹുലിന്റെ കണ്ണുനീർ തുടച്ചു. സാരമില്ലേടാ, കരയണ്ട, നമുക്ക് നോക്കാം എന്നു മാത്രം പറഞ്ഞ് ഹരി എഴുന്നേറ്റു. പിറ്റേന്ന് വൈകുന്നേരം ഹരി വരുമ്പോൾ കയ്യിൽ പത്രക്കടലാസിൽ പൊതിഞ്ഞ ഒരു നീളമുള്ള സാധനമുണ്ടായിരുന്നു. രാഹുൽ ആകാംക്ഷയോടെ നോക്കി. ഹരി രാഹുലിനെ അടുത്ത് വിളിച്ചു. ഇത് ഉണ്ണിക്കുട്ടനുള്ളതാണ്, തുറന്നു നോക്കൂ. വിറയ്ക്കുന്ന കൈകളോടെ രാഹുൽ ആ പൊതി അയച്ചു. മിനുസമുള്ള പുതിയൊരു ക്രിക്കറ്റ് ബാറ്റ്. അതിന്റെ മണം പോലും അവന് പുത്തരിയുള്ളതായിരുന്നു. രാഹുലിന്റെ കണ്ണുകൾ വിടർന്നു. മുഖത്ത് അത്ഭുതവും സന്തോഷവും മിന്നിമറഞ്ഞു. ഇത് എനിക്കാണോ? അവൻ വിശ്വസിക്കാനാവാതെ ചോദിച്ചു. അതെ, നിനക്ക് തന്നെ. വാ, നമുക്കൊന്ന് ബാറ്റ് ചെയ്താലോ? ചേട്ടൻ ബൗൾ ചെയ്യാം. മുറ്റത്തെ ചെറിയ ഗ്രൗണ്ടിൽ അവനൊപ്പം കൂടിയ ഹരിയെ രാഹുൽ ആരാധനയോടെ നോക്കി. അച്ഛൻ മരിച്ചതിന് ശേഷം ആ മുറ്റത്ത് ഒരു പന്ത് ബാറ്റിൽ കൊള്ളുന്ന ശബ്ദം കേട്ടു. രാഹുലിന്റെ പൊട്ടിച്ചിരികൾ വീണ്ടും ഉയർന്നു. അതേസമയം രാത്രിയുടെ നിശബ്ദതയിൽ നന്ദന പഠിക്കാൻ പാടുപെടുകയായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷ അടുക്കുന്നു. മേശപ്പുറത്ത് ചിമ്മിനി വിളക്കിന്റെ വെളിച്ചത്തിൽ അവൾ കണക്ക് പുസ്തകത്തിലേക്ക് ഉറ്റുനോക്കി. കണ്ണുകളിൽ ഉറക്കമല്ല, ഭയമായിരുന്നു. ഓൾജിബ്രയിലെ കണക്കുകൾ അവൾക്ക് ബാലികേറാമലയായി തോന്നി. കണ്ണു നിറഞ്ഞ അക്ഷരങ്ങൾ മങ്ങാൻ തുടങ്ങി. ഹരി വാതിലിനരികിലൂടെ പോയപ്പോൾ നന്ദന കരയുന്നത് കണ്ടു. അവൻ സംശയത്തോടെ വാതിൽക്കൽ നിന്നു. മോളെ, എന്തുപറ്റി? നന്ദന പുസ്തകം അടച്ചുവെച്ച് കണ്ണു തുടച്ചു. ഒന്നുമില്ല, കണക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. നാളെ സ്കൂളിൽ ടീച്ചർ വഴക്കു പറയും. ഹരി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. അതാണോ ഇത്ര വലിയ കാര്യം? ചേട്ടനൊന്ന് നോക്കട്ടെ. അവൻ കസേര വലിച്ചിട്ട് അവളുടെ അരികത്തിരുന്നു. ഇത് നോക്ക്, ഈ ഫോർമുല ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. വളരെ സിമ്പിളായി ഒരു കഥ പറയുന്നത് പോലെ ഹരി അത് വിവരിച്ചു കൊടുത്തു. നന്ദന അത്ഭുതപ്പെട്ടുപോയി. ഇത്രയും കാലം പേടിച്ചിരുന്ന കണക്ക് ഇത്ര എളുപ്പമായിരുന്നോ? അവളുടെ മുഖത്തെ ഭയം മാറി ആശ്വാസം നിഴലിച്ചു. മനസ്സിലായോ? ഹരി ചോദിച്ചു. മനസ്സിലായി ചേട്ടാ. നന്ദനയുടെ മുഖത്ത് തെളിഞ്ഞ ചിരി ആ വിളക്കിന്റെ വെളിച്ചത്തേക്കാൾ പ്രകാശമുള്ളതായിരുന്നു. അടുക്കളവാതിലിലൂടെ സുമതിയും നന്ദനയും അവരെ പ്രേക്ഷിക്കുന്നുണ്ടായിരുന്നു. രാഹുൽ ഹരിയുടെ തോളിൽ തൂങ്ങി നിൽക്കുന്നതും
നന്ദന് സംശയങ്ങൾ ചോദിക്കുന്നതും കണ്ടപ്പോൾ സുമതിയുടെ കണ്ണ് നിറഞ്ഞു. ലക്ഷ്മി, നോക്ക്, മാധവൻ മാഷ് പോയപ്പോഴണഞ്ഞുപോയ വെളിച്ചം ദൈവം തിരിച്ചു തന്നതുപോലെ സുമതി മന്ത്രിച്ചു. ആ വീട്ടിലെ മരവിച്ച ചുമരുകൾക്ക് ജീവൻ വെക്കുന്നതുപോലെ അവർക്ക് തോന്നി. ഹരി വെറുമൊരു മരുമകനല്ല, ആ വീട്ടിന്റെ ജീവശ്വാസമായി മാറുകയായിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ നേരെയായി വരുമ്പോഴാണ് ലക്ഷ്മിയുടെ ഒരു അകന്ന ബന്ധുവായ പ്രഭാകരൻ മാമൻ രംഗപ്രവേശനം ചെയ്യുന്നത്. കണ്ണിൽ ചോരയില്ലാത്ത പ്രകൃതമാണ്. മാധവൻ മാഷ് മരിച്ചതോടെ ആ വീട്ടിലെ കാര്യങ്ങളിൽ കൈകടത്താമെന്നും അതിർത്തിയിലെ തെങ്ങ് നിൽക്കുന്ന പറമ്പ് തട്ടിയെടുക്കാമെന്നുമായിരുന്നു അയാളുടെ കണക്കുകൂട്ടൽ. ആണുങ്ങളില്ലാത്ത വീടല്ലേ, വിരട്ടിയാൽ കാര്യം നടക്കുമെന്നതായിരുന്നു അയാളുടെ ധാരണ. ഒരു ഞായറാഴ്ച രാവിലെ എല്ലാവരും ചായ കുടിച്ചിരിക്കുമ്പോഴാണ് മുറ്റത്ത് ഒരു ബഹളം കേട്ടത്. ഹരിയും സുമതിയും പുറത്തിറങ്ങി നോക്കുമ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കൈക്കോട്ടുമായി നിൽക്കുന്ന പ്രഭാകരൻ അതിർത്തിയിലെ വേലി പൊളിച്ചു മാറ്റുകയാണ്. "പ്രഭാകരേട്ടാ, എന്താ ഈ കാണിക്കുന്നത്?" സുമതി ഓടിച്ചെന്ന് ചോദിച്ചു. പ്രഭാകരൻ പുച്ഛത്തോടെ തിരിഞ്ഞു നോക്കി. "വേലിയോ? ഇതെന്റെ സ്ഥലമാണ് സുമതി. മാധവനുള്ളപ്പോ ഞാൻ സഹിച്ചു വിട്ടുവീഴ്ച ചെയ്തതാണ്. ഇനിയത് നടക്കില്ല. ഈ തെങ്ങ് നിൽക്കുന്ന സ്ഥലം എനിക്കുള്ളതാണ്," അയാൾ ആക്രോശിച്ചു. സുമതി പേടിച്ച് പുറകിലേക്ക് മാറി. "അത് മാഷേട്ടനുള്ളപ്പോ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് ഞങ്ങളുടെ സ്ഥലമല്ലേ?" "ആധാരത്തിൽ..." സുമതി വിറച്ചു. "ആധാരമോ? അതൊക്കെ കോടതിയിൽ പോയി പറഞ്ഞാൽ മതി. ഇവിടെ ഇപ്പൊ ചോദിക്കാനും പറയാനും ആണുങ്ങളാരുമില്ലല്ലോ," അയാൾ പരിഹസിച്ച് ചിരിച്ചു. ആ ചിരിയിൽ സുമതിയുടെ നിസ്സഹായാവസ്ഥയോടുള്ള പുച്ഛം നിറഞ്ഞു നിന്നിരുന്നു. അപ്പോഴാണ് ഹരി അവിടേക്ക് വന്നത്. അതുവരെ ആരും കാണാത്ത ഒരു ഭാവമായിരുന്നു അവന്റെ മുഖത്ത്. സൗമ്യനായ ഹരിയുടെ മുഖം വലിഞ്ഞു മുറുകി. കണ്ണുകളിൽ തീക്ഷ്ണത നിറഞ്ഞു. അവൻ വേഗത്തിൽ നടന്ന് പ്രഭാകരന്റെ മുന്നിൽ ചെന്ന് നെഞ്ചു വിരിച്ചു നിന്നു. "ആണുങ്ങളില്ലെന്നാണ് മാമ പറഞ്ഞത്?" ഹരിയുടെ ശബ്ദം ഗംഭീരമുള്ളതായിരുന്നു. അത് കേട്ട് പ്രഭാകരനൊന്ന് അമ്പരന്നു. "നീ ആരാടാ ചോദിക്കാൻ? പെണ്ണുങ്ങളുടെ ചെലവിൽ കഴിയുന്നവൻ മിണ്ടരുത്," പ്രഭാകരൻ പുച്ഛിച്ചു. പക്ഷേ ഹരി കുലുങ്ങിയില്ല. അവൻ പ്രഭാകരന്റെ കയ്യിലിരുന്ന കൈക്കോട്ടിന്റെ പിടിക്ക് ബലമായി പിടിച്ചു. "ഞാൻ ഈ വീടിന്റെ മരുമകനാണ്. അതുകൊണ്ടുതന്നെ ഈ വീടിന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് അവകാശമുണ്ട്. ഈ വീടിന്റെ ആധാരവും അതിർത്തിയും എനിക്ക് നന്നായി അറിയാം. മാധവൻ മാഷ് അധ്വാനിച്ചുണ്ടാക്കിയ മണ്ണാണിത്. ഇതിൽ നിന്ന് ന്യായമല്ലാത്ത ഒരു പിടി മണ്ണുപോലും ആരും കൊണ്ടുപോകില്ല." ഹരിയുടെ സ്വരം കടുത്തു. "ഇപ്പോൾ മര്യാദയ്ക്ക് ഈ വേലി കെട്ടിയിട്ട് പോയിക്കോണം, അല്ലെങ്കിൽ കാര്യങ്ങൾ മാറും. ഇത് ഭീഷണിയല്ല, ഓർമ്മപ്പെടുത്തലാണ്." ഹരിയുടെ ആ രൗദ്രഭാവവും ഉറച്ച നിലപാടും കണ്ട് പ്രഭാകരൻ ഭയന്നു. അയാൾ ഇങ്ങനെ ഒരു എതിർപ്പ് പ്രതീക്ഷിച്ചിരുന്നില്ല. ചുറ്റും അയൽക്കാർ കൂടുന്നത് കണ്ടപ്പോൾ അയാൾ പരിങ്ങി. "കാണിച്ചു തരാമടാ നിനക്ക്" എന്ന് പെറുപെറുത്തുകൊണ്ട് അയാൾ കൈക്കോട്ട് വലിച്ചെടുത്ത് വേഗത്തിൽ സ്ഥലം വിട്ടു. സുമതിയും ലക്ഷ്മിയും സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. രാഹുൽ ഓടിവന്ന് ഹരിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അവന്റെ കണ്ണുകളിൽ ഹരി ഒരു സൂപ്പർ ഹീറോയെപ്പോലെ തിളങ്ങി. "മോനെ," സുമതിയുടെ തൊണ്ട ഇടറി. "നീ ഇല്ലായിരുന്നെങ്കിൽ..." ഹരി സുമതിയെ ആശ്വസിപ്പിച്ചു. "അമ്മ പേടിക്കണ്ട. ഞാൻ ഉള്ളിടത്തോളം കാലം ആരും ഈ വീടിനു നേരെ വിരൽ ചൂണ്ടില്ല." അന്ന് ആ കുടുംബം ഒരു സത്യം തിരിച്ചറിഞ്ഞു. ഹരി വെറുമൊരു മരുമകൻ മാത്രമല്ല, ആ വീടിന്റെ ഉറപ്പുള്ള, ആർക്കും ഇളക്കാൻ കഴിയാത്ത നെടും തൂണാണെന്ന്. കാറ്റിലും മഴയിലും അവരെ സംരക്ഷിക്കുന്ന തണൽമരം. മാസങ്ങൾ കടന്നുപോയി. ഇടവപ്പാതിയിലെ പേമാരിയും കർക്കിടകത്തിലെ പട്ടിണിയും പഞ്ഞവും പിന്നിട്ട് പുന്നിൻ ചിങ്ങമാസം പിറന്നു. പ്രകൃതി തന്നെ പുടവ മാറി സന്തോഷത്തിന്റെ നിറങ്ങളണിയാൻ തുടങ്ങിയ സമയം. മാധവൻ മാഷിന്റെ വിയോഗത്തിനു ശേഷം ആദ്യമായി ആ വീടിന്റെ ഉമ്മരപ്പടിയിൽ സൂര്യപ്രകാശം ചുംബിച്ചുണർത്തി. അതിരാവിലെ തന്നെ വീടുണർന്നു. മുറ്റത്ത് നിറയെ തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവും വിരിഞ്ഞു നിൽക്കുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മൂടിക്കെട്ടിയിരുന്ന ആ വീട്ടിലെ അന്തരീക്ഷത്തിന് അത്ഭുതകരമായ മാറ്റം വന്നിരിക്കുന്നു. രാഹുലും നന്ദനയും കയ്യിലൊരു പ്ലാസ്റ്റിക് കുട്ടയുമായി മുറ്റത്തേക്കിറങ്ങി. "ചേട്ടാ, ആ ചെമ്പരത്തിപ്പൂവ് എനിക്ക് വേണം. അതാണ് നടുവിൽ വെക്കാൻ നല്ലത്." "അതെനിക്കുള്ളതാ. നീ ആ തുമ്പപ്പൂ പറിച്ചോ." രാഹുൽ വിട്ടുകൊടുക്കാൻ ഭാവമില്ല. അവരുടെ കലപില കേട്ടാണ് ഹരി അവിടേക്ക് വന്നത്. "രണ്ടാളും വഴക്കിടണ്ട. നമുക്ക് ആ കൊമ്പൊന്ന് താഴ്ത്തി നോക്കാം." ഹരി ചെമ്പരത്തിയുടെ കൊമ്പ് താഴ്ത്തിക്കൊടുത്തു. "സൂക്ഷിച്ചു പറിക്കണം, മുള്ളുകൊള്ളണ്ട," അവനൊരു ജ്യേഷ്ഠന്റെ കരുതലോടെ പറഞ്ഞു. പൂമുഖത്ത് ചാണകം മെഴുകിയ തറയിൽ കുട്ടികൾ പൂക്കളം തീർത്തു. നിറങ്ങളുടെ ഒരു കൊച്ചു വസന്തം അവിടെ വിരിഞ്ഞു. പൂക്കളത്തിന് നടുവിൽ സുമതി ഒരു വലിയ നിലവിളക്കും വെച്ചു. അതിന്റെ തിരുനാളം കാട്ടിൽ ആടിയുലയാതെ ഉറച്ചുനിന്നു, ഹരിയെപ്പോലെ. അടുക്കളയിൽ ഓണസദ്യ ഒരുക്കുന്ന തിരക്കിലാണ് സുമതിയും ലക്ഷ്മിയും. അവിയലിന്റെയും സാമ്പാറിന്റെയും നെയ്യിൽ വറുത്ത കശുവണ്ടിയുടെയും മണം വീടാകെ നിറഞ്ഞു. പായസത്തിന്റെ മധുരമുള്ള ഏലക്കായുടെ ഗന്ധം. ഒരു കാലത്ത് മാധവൻ മാഷ് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ ഗന്ധം. അന്ന് അടുക്കളയിൽ സങ്കടം പുകഞ്ഞിരുന്നുവെങ്കിൽ ഇന്നവിടെ സന്തോഷം തിളച്ചു മറിയുകയായിരുന്നു. സുമതി ഇടയ്ക്കിടയ്ക്ക് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. മുറ്റത്ത് കളിക്കുന്ന മക്കളെയും അവർക്ക് കൂട്ടുനിൽക്കുന്ന ഹരിയെയും കണ്ട് ആ അമ്മയുടെ മനസ്സ് നിറഞ്ഞു.
ജോലികൾക്കിടയിൽ ലക്ഷ്മി ഉമ്മരത്തേക്ക് വന്നു. അവിടെ മുറ്റത്തെ മാവിന്റെ കൊമ്പിൽ ഹരി രാഹുലിനും നന്ദനയ്ക്കും വേണ്ടി ഒരു ഊഞ്ഞാൽ കെട്ടുകയായിരുന്നു. വടം മുറുക്കെ കെട്ടി പലക വെച്ച് അവനത് ഉറപ്പിച്ചു. ആരെങ്കിലും ഒന്ന് ആടി നോക്ക്, ഹരി വിളിച്ചു പറഞ്ഞു. രാഹുൽ ഓടിച്ചെന്ന് ഊഞ്ഞാലിൽ കയറി. ഹരി അവനെ ആട്ടിവിട്ടു. ഇനിയും ഉയരത്തിൽ, ഇനിയും ഉയരത്തിൽ! രാഹുലിന്റെ ആഹ്ലാദാരവങ്ങൾ ആകാശത്തോളം ഉയർന്നു. ആ കാഴ്ച കണ്ടപ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. അവൾ വേഗത്തിൽ കണ്ണു തുടച്ച് ഹരിയുടെ അടുത്തേക്ക് ചെന്നു. ഹരി! അവൾ വിളിച്ചു. ഹരി തിരിഞ്ഞു നോക്കി, നെറ്റിയിലെ വിയർപ്പുകണങ്ങൾ തുടച്ചുകൊണ്ട്. എന്താ ലക്ഷ്മി, പായസം റെഡിയായോ? അവൻ ചിരിയോടെ ചോദിച്ചു. ലക്ഷ്മി പുഞ്ചിരിച്ചില്ല. അവൾ ഗൗരവത്തിൽ എന്നാൽ നിറഞ്ഞ സ്നേഹത്തോടെ പറഞ്ഞു. അച്ഛൻ പോയപ്പോ ഇനി ഒരിക്കലും ഈ വീട്ടിൽ ഓണമുണ്ടാവില്ലെന്നാണ് ഞാൻ കരുതിയത്. ഇരുട്ടു മാത്രമായിരുന്നു മുന്നിൽ. ഓണം വരുമ്പോൾ അച്ഛനില്ലാത്ത സങ്കടം ഞങ്ങളെ തളർത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോ എനിക്ക് തോന്നുന്നത് അച്ഛൻ പോയിട്ടില്ലെന്നാണ്. ഹരിയുടെ ഈ സ്നേഹത്തിലൂടെ അച്ഛൻ ഇവിടെ തന്നെയുണ്ട്. ആ ഊഞ്ഞാലിൽ രാഹുൽ ആടുമ്പോൾ അവന്റെ മുഖത്ത് ചിരി കാണുമ്പോൾ എനിക്ക് കാണുന്നത് അച്ഛന്റെ മുഖമാണ്. ഹരി അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. ലക്ഷ്മി, ആരും എങ്ങോട്ടും പോകുന്നില്ല. സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ അവർ എപ്പോഴും ഉണ്ടാകും. നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. പോയവർക്കു വേണ്ടി കരയാൻ മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവർക്കു വേണ്ടി ചിരിക്കാനും പഠിക്കണം. നോക്ക്, അമ്മയുടെ മുഖത്തെ ആ ചിരി, അതാണ് മാധവൻ മാഷ് ആഗ്രഹിച്ചതും. ഈ ഊഞ്ഞാലാടുമ്പോഴുണ്ടാകുന്ന കാറ്റ്, അത് മാഷിന്റെ തലോടലാണ്. സന്ധ്യയായി. ഉമ്മരത്ത് നിലവിളക്കിന്റെ വെളിച്ചം തെളിഞ്ഞു. സ്വർണ്ണനിറമുള്ള ആ വെളിച്ചം ആ കുടുംബത്തിന്റെ മുഖത്തും പ്രകാശിച്ചു. എല്ലാവരും ഒത്തുകൂടി. സുമതി മാധവൻ മാഷിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു പിടി തുമ്പപ്പൂക്കൾ അർപ്പിച്ചു. അവരുടെ കണ്ണുകളിൽ കണ്ണുനീരിന് പകരം സമാധാനമായിരുന്നു. ഭയവും ആശങ്കകളും ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയിരിക്കുന്നു. ആ വീട് വീണ്ടും ഒരു സ്വർഗമായി മാറുകയായിരുന്നു. മുറ്റത്തെ മാവും പൂക്കളവും ഊഞ്ഞാലും പിന്നെ ആ കുടുംബവും എല്ലാം തികഞ്ഞ ഒരു ഓണം. സന്ധ്യ മയങ്ങി. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മറഞ്ഞു. ആകാശത്തെ നക്ഷത്രങ്ങൾ ഒന്നൊന്നായി കണ്ണു തുറന്നു തുടങ്ങി. മുറ്റത്തെ മാവിലകളിൽ തട്ടിവരുന്ന കാറ്റിന് നല്ല തണുപ്പുണ്ടായിരുന്നു. ദൂരെ ഏതോ ക്ഷേത്രത്തിൽ നിന്ന് ശംഖുവിളിയുടെ ശബ്ദം കേൾക്കാം. വീടിന്റെ ഉമ്മരത്ത് കെട്ടിത്തൂക്കിയ റാന്തൽ വിളക്ക് കാറ്റിൽ ആടി ഉലയുന്നു. അതിന്റെ നിഴലുകൾ ചുമരുകളിൽ നൃത്തം ചെയ്യുന്നു. ഹരി പൂമുഖത്തെ പടിയിലിരിക്കുകയായിരുന്നു. ഒരു വലിയ ദിവസത്തിന്റെ ക്ഷീണമുണ്ടെങ്കിലും അവന്റെ മുഖത്ത് നിറഞ്ഞ സംതൃപ്തിയായിരുന്നു. അകത്തുനിന്ന് സുമതിയും ലക്ഷ്മിയും ചിരിച്ച് സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം. രാഹുലും നന്ദനയും ടിവിയിൽ ഓണപരിപാടികൾ കാണുന്ന തിരക്കിലാണ്. ആ വീടിന്റെ ഹൃദയമിടിപ്പിപ്പോൾ സാധാരണ നിലയിലായിരിക്കുന്നു. ഹരി മെല്ലെ എഴുന്നേറ്റു. അവൻ ഉമ്മരത്തൊഴിഞ്ഞുകിടക്കുന്ന ആ പഴയ ചാരുകസേരയുടെ അടുത്തേക്ക് ചെന്നു. മാസങ്ങളായി ആരും ഇരിക്കാതെ ഒരു സ്മാരകം പോലെ അല്ലെങ്കിൽ ഒരു കാത്തിരിപ്പ് പോലെ കിടന്നിരുന്ന കസേര. അതിന്റെ തേക്കുതടിക്ക് പഴമയുടെ ഗന്ധമുണ്ട്. കൈപ്പിടികളിൽ മാധവൻ മാഷിന്റെ സ്പർശം ഇപ്പോഴും ഉണ്ടെന്ന് തോന്നും. എത്രയോ സായാഹ്നങ്ങളിൽ അദ്ദേഹം ഈ കസേരയിലിരുന്ന് ആകാശത്തേക്ക് നോക്കിയിരുന്നു. എത്രയോ തീരുമാനങ്ങൾ ഇവിടെ ഇരുന്നാണ് എടുത്തിരുന്നത്. ആദ്യമൊന്നും മടിച്ചു. താനിതിൽ ഇരിക്കാൻ യോഗ്യനാണോ എന്നൊരു ചിന്ത അവന്റെ മനസ്സിനെ അലട്ടി. ഇത് വെറുമൊരു കസേരയല്ല, ഈ വീടിന്റെ നാഥന്റെ സിംഹാസനമാണ്. പക്ഷേ ആ നിമിഷം അവന്റെ ചുമലിൽ ആരോ കൈവച്ചതുപോലെ തോന്നി. ഇരിക്കൂ എന്നാരോ കാതിൽ മന്ത്രിച്ചതുപോലെ. ഹരി ആ കസേരയിൽ മെല്ലെയിരുന്നു. കസേരയൊന്നു കുറുകി. അതൊരു വിയോജിപ്പമായിരുന്നില്ല, മറിച്ചൊരു സ്വാഗതമായിരുന്നു. അവൻ പിന്നിലേക്ക് ചാരി കണ്ണുകളടച്ചു. ആ നിമിഷം അത് വെറുമൊരു ഇരിപ്പിടമായിരുന്നില്ല, അത് ഉത്തരവാദിത്തങ്ങളുടെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഇരിപ്പിടമായിരുന്നു. മാധവൻ മാഷ് ഇരുന്നിരുന്ന അതേ ഗൗരവത്തോടെ, എന്നാൽ പുതിയൊരു ഊർജ്ജത്തോടെ, ഒരു പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമെന്നോണം ഹരി അവിടെയിരുന്നു. അകത്തുനിന്ന് ആവി പറക്കുന്ന ചായയുമായി വന്ന ലക്ഷ്മി ആ കാഴ്ച കണ്ടു വാതിൽക്കൽ നിന്നുപോയി. അവളുടെ നെഞ്ചിൽ ഒരേ സമയം സങ്കടവും സന്തോഷവും തിരതല്ലി. ആ കസേരയിൽ ഹരിയെ കണ്ടപ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആ സുരക്ഷിതബോധം തിരികെ കിട്ടിയതുപോലെ തോന്നി. അവൾ ശബ്ദമുണ്ടാക്കാതെ സുമതിയെ വിളിച്ചു. അമ്മേ, നോക്ക്. അവൾ വിരൽ ചൂണ്ടി. സുമതി വാതിൽക്കൽ വന്നു നോക്കി. ചാരുകസേരയിൽ കണ്ണടച്ച് സമാധാനത്തോടെ ഇരിക്കുന്ന ഹരി. അവന്റെ മുഖത്തെ ശാന്തത, ആ ഇരിപ്പിലെ ഒതുക്കം സുമതിയുടെ കണ്ണു നിറഞ്ഞു. എന്റെ മാധവൻ പോയിട്ടില്ല മോളെ. ആ കസേരയ്ക്കിപ്പോൾ പുതിയൊരു നാഥനായി. ഇനി എനിക്ക് സമാധാനമായി കണ്ണടയ്ക്കാം. ദൈവം നമുക്ക് തിരിച്ചു തന്ന നിധിയാണിത്. ചായ ഗ്ലാസിന്റെ കിലുക്കം കേട്ട ഹരി കണ്ണു തുറന്നു. ലക്ഷ്മിയും അമ്മയും നോക്കി നിൽക്കുന്നത് കണ്ട് അവൻ എഴുന്നേൽക്കാൻ ഭാവിച്ചു. വേണ്ട ഹരി, എഴുന്നേൽക്കണ്ട, അവിടെ തന്നെ ഇരുന്നോ. ലക്ഷ്മി ചിരികൊണ്ട് ചായ നീട്ടി. ആ സ്ഥലം ഇപ്പോൾ ഹരിയുടേതാണ്. ആ വാക്കുകൾ ഹരിക്ക് നൽകിയ അംഗീകാരം വലുതായിരുന്നു. അപ്പോഴേക്കും രാഹുൽ ഓടിവന്ന് ഹരിയുടെ മടിയിൽ തലവെച്ച് കിടന്നു. അവനവനെ വാത്സല്യത്തോടെ തലോടി. നന്ദന ഒരു പുസ്തകവുമായി വന്ന് കസേരയുടെ കൈപ്പിടിയിലിരുന്നു. ചേട്ടാ, ഈ കഥയൊന്ന് വായിച്ചു തരുമോ? അവൾ ചോദിച്ചു. ഹരി പുഞ്ചിരിച്ചുകൊണ്ട് പുസ്തകം വാങ്ങി. അവന്റെ ശബ്ദം ആ ഉമ്മരത്ത് മുഴങ്ങി.
ആ ശബ്ദത്തിന് മാധവൻ മാഷിന്റെ ഗംഭീരവും ഹരിയുടെ സ്നേഹവും ഉണ്ടായിരുന്നു. നാട്ടുകാരവനെ പകരൻകാരൻ എന്ന് വിളിച്ചു. ബാധ്യതകൾ തലയിലേറ്റിയ വിഡ്ഢിയെന്ന് പരിഹസിച്ചു. എന്നാൽ കാലം അവർക്ക് മറുപടി നൽകി. അവൻ പകരൻകാരനല്ല, കാവൽക്കാരനാണെന്ന്. വെയിലത്ത് വാടിപ്പോകാമായിരുന്ന ആ കുടുംബത്തിന് തണലായി മാറിയ വലിയ വൃക്ഷം. വേരുകൾ ആഴ്ന്നിറങ്ങി കാറ്റിലും മഴയിലും തളരാതെ ആ വീടിന് താങ്ങി നിർത്തുന്ന തണൽമരം. മുറ്റത്തെ മാവിന്റെ ഇലകൾ കാറ്റിൽ വീണ്ടും അനങ്ങി, ഒരു താരാട്ടുപോലെ. ആ ചാരുകസേരയ്ക്കിപ്പോൾ പുതിയൊരു അവകാശിയുണ്ട്. ആ കുടുംബത്തിന് തണലായി സ്നേഹത്തിന്റെ വേരുകൾ ഉറച്ച ഒരു വലിയ മരത്തെപ്പോലെ ഹരി അവിടെയിരുന്നു. ആ തണലിൽ ആരും തനിച്ചല്ലായിരുന്നു. ഇരുട്ടുമാറി ആ വീട് വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു.